കള്ളുകുടിയന്മാർ നിസ്കരിക്കൽ വളരെ കുറവായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. കള്ളുകുടി ശീലം എപ്പോഴെങ്കിലും പോയി പിടിച്ച് പെട്ടവന്റെ കാര്യമല്ല പറയുന്നത്. കുടി കയ്യിൽ കിട്ടിയാൽ കുടിക്കും, കാശുണ്ടോ കുടിക്കും. കാശില്ലാത്തപ്പോ കുടിക്കാത്ത ഒരുപാട് മഹാന്മാരുണ്ട്. എന്താ കാര്യം? നിവൃത്തിയില്ലാത്തതുകൊണ്ട്. പൈസ ഉണ്ടായിട്ട് കുടിക്കുന്നുണ്ടോ ഇല്ലയോ? കുടിക്ക് അടിമപ്പെട്ട മനുഷ്യൻ, ഡ്രഗിന് അടിമപ്പെട്ട ഒരാൾ നിസ്കരിക്കുന്നതിന് കാണാൻ കഴിയില്ല. എന്തെങ്കിലും കാരണം പറയും. ആദ്യം ജുമാ നിസ്കരിക്കാനാവും, പിന്നെ പെരുന്നാളും പോവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. 5 വക്താതെ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നറിയോ? മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാൻ, എന്തിനാ പിശാച് നിങ്ങളെ കൊണ്ട് ഈ സാധനം കുടിക്കുന്നു? കുടിക്കണോ എന്തോ കൈപ്പിഞ്ഞ കൂടി, അള്ളാഹു വരെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, എന്നാലും പോയി കുടിക്കുന്നതാണുള്ളത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം ദൂഷ്യങ്ങൾ ചെയ്യൂല. പിന്നെ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാ. അള്ളാഹനെ ഓർക്കരുത് എന്നുദ്ദേശിച്ചുകൊണ്ടാണ് പിശാച് നിങ്ങളെ കുടിപ്പിക്കുന്നത്. ആദ്യം അതൊന്നും പറഞ്ഞിരില്ല. പിശാചാദ്യം ഒരു സിപ്പടിക്കൂടോ എന്നാ പറയാ. ഒരു സിപ്പല്ലേ, എന്ത് സിപ്പാണെങ്കിലും എന്റെ ഈമാനിന് അനുവദിക്കുന്നില്ല. ഈ സിപ്പടിക്കാതെ നിങ്ങളുടെ കൂടാൻ എനിക്ക് പറ്റൂല, നിങ്ങളുടെ കൂട്ടുകിട്ട് എനിക്ക് വേണ്ട, ഞാൻ വേറെ എവിടെങ്കിലും പോയി താമസിച്ചോളാം. നിങ്ങളുടെ റൂമിൽ താമസിക്കുമ്പോൾ നിങ്ങൾ കൂട്ടമായി കുടിക്കുമ്പോൾ ഒരു ഇറക്കെങ്കിലും ഒരു അരക്ലാസെങ്കിലും ഞാൻ കുടിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ വേറെ റൂം എടുത്ത് പോയിക്കോളാം എന്ന് പറയേണ്ടവനാണ് വിശ്വാസി. എന്നല്ലാതെ എന്നാ കിടക്ക ആ ഒരൊറ്റ സിപ്പാണ് വിഷയം, അത് കുടിച്ചോ നിങ്ങൾ മുടികുടിയനായി മാറിയിരിക്കും.